ഒരു വലിയ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ട് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പരിപൂർണ സഹകരണം തരുന്ന ഒരു നിർമ്മാതാവിന് വേണം. എനിക്ക് സഹസംവിധായകനായിട്ടോ അങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹവുമായിട്ട് എൻ്റെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ വരികയായിരുന്നു തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ എറണാകുളത്തു നിന്നും 2 വർഷത്തിന് മുമ്പ് ഞാനിവിടെ തിരുവനന്തപുരത്തേക്ക് വന്നു. ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോയി. ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കേരള ഫിലിം അക്കാദമി എന്ന് പറഞ്ഞ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിക്കാൻ പോയത്. അവിടെ പോയി പഠിച്ച എക്സ്പീരിയൻസുമായിട്ട് ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങി. അങ്ങനെ ഒരു ചെറിയ ചിത്രം, ഒരു കുട്ടികളുടെ ചിത്രം, അതാണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അനുഭവിച്ച പെയിന് എന്ന് പറയുന്നത് ഓരോ സിനിമാക്കാരനും മനസ്സുകൊണ്ട് അറിഞ്ഞ് സിനിമയ്ക്ക് കൊടുക്കേണ്ടതാണ്. ഒരു എന്നെപ്പോലെ തന്നെ എന്നല്ല ഞാൻ പറയുന്നത്, എന്നെക്കാളുപരി സിനിമയെ സ്നേഹിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല സൃഷ്ടികൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ, നല്ല സൃഷ്ടികൾ ഉണ്ടാകത്തുള്ളൂ. ഇതേപോലെ തന്നെ ആർ സുകുമാരൻ സാറുമായിട്ട് ഇന്നലെ ഞാൻ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയുണ്ടായി, പേര് സ്വപ്നതീരം എന്ന് പറഞ്ഞ പേര്, മലയാളം പേര്, ആദ്യം തന്നെ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു ഇതിനകത്തൊരു ഇംഗ്ലീഷ് പേര് വേണ്ട എന്ന് പറഞ്ഞിട്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു ഇംഗ്ലീഷ് പേര് ഇതുപോലെ തന്നെ മലയാളം എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ, ഇപ്പോൾ ഒരു സിനിമകളും ഞാൻ കുറ്റം പറയുന്നതല്ല, എങ്കിലും മലയാളത്തിനെ പാടെ അവഗണിക്കുന്നുണ്ട്. അതിനകത്തുള്ള ഡയലോഗിലാണെങ്കിലും പ്രസന്റേഷനിലാണെങ്കിലും എല്ലാത്തിലും ഒരു പാശ്ചാത്യ ഒരു 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 സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. ആ സ്വാധീനത്തിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തത്. അപ്പോൾ ഈ സിനിമ ചെയ്യേണ്ട പശ്ചാത്തലം എന്ന് പറയുന്നത് ദുബായാണ്. അപ്പോൾ ദുബായിയുടെ ആ നിറം കാണിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. ദുബായ് എന്ന് പറയുന്നത്, പ്രവാസി എന്ന് പറയുന്നത് ഒരു വേദനയാണ് ശരിക്കും പറയാൻ. നമ്മളൊക്കെ ശരിക്കും പറയാം, അവരെ ഞാനിപ്പോ ഇന്നലെ ഒരു മാറ്റർ എഴുതിയപ്പോൾ ATM എന്നാണ് അവരെ വിളിച്ചത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ, നാട്ടിലിരിക്കുന്നവർക്ക് പ്രവാസി എന്ന് പറയുന്നത് പണം കൊണ്ടുവരുന്നവരാണ്. നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ തിരിച്ചു പോകാനായിട്ട് അവൻ്റെ 5 പൈസ കാണില്ല. തിരിച്ചവൻ ഭാര്യയുടെ മാലയോ വളയോ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ കൊണ്ടായിരിക്കും തിരിച്ചു പോവുക. അങ്ങനെയുള്ളവരാണ് പ്രവാസികൾ. ആ പ്രവാസിയുടെ വേദനകൾ എന്ന് പറയുമ്പോൾ അതൊരു പെണ്ണിന്റെ കാഴ്ചപ്പാടില്ല, അതൊരു പെണ്ണാണ് അവിടെ. ഈ പ്രവാസ ലോകത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കഥ പറയുകയാണെങ്കിൽ അവൾക്ക് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഈ 38 വയസ്സായിട്ടും 40 വയസ്സായിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. ഇതേപോലെ തന്നെ ആണുങ്ങൾ കാണും. ഈ പെൺകുട്ടികളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അവര് 18 വയസ്സാകുമ്പോൾ അനിയന് ബൈക്ക് മേടിച്ചു കൊടുക്കും. 4-5 വയസ്സിന് എളുപ്പമുള്ള അനിയന് 18 വയസ്സാകുമ്പോൾ തന്നെ ലൈസൻസ് കിട്ടി കഴിയുമ്പോൾ തന്നെ ബൈക്ക് മേടിച്ചു കൊടുക്കും. 20 വയസ്സാകുന്ന അനിയത്തിയെ അവര് കല്യാണം കഴിച്ചു കൊടുക്കും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഇവർക്ക് കൂടെ അമ്മ പോലും കാണില്ല. തിരിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കിന് ഇവരുടെ ജീവിതം ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. 38 വയസ്സോ 40 വയസ്സോ കഴിയുമ്പോഴത്തേക്കിന് ഇവർ തിരിഞ്ഞു നോക്കുന്നത് ഇവരുടെ കഴിഞ്ഞു പോയ ജീവിതത്തിന്റെ വിഷമങ്ങൾ മാത്രമാണ് ഇവർ മുമ്പിൽ കാണുന്നത്. പിന്നീടുള്ള ജീവിതം ശരിക്കും പറഞ്ഞാൽ വീണ്ടുമുള്ള ജീവിതം, ഫ്യൂച്ചറിനെ പറ്റി അവർ ചിന്തിച്ചാൽ മതി. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കളഞ്ഞ ജീവിതം പോലെ, മുമ്പ് കളഞ്ഞ ജീവിതം പോലെ ആകില്ല. ആ ഫ്യൂച്ചർ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് കൈത്താങ്ങായിട്ട് പോകണം എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു സിനിമ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ചെറുപ്പക്കാരിയുടെ മാത്രമല്ല പ്രശ്നം, ഇതേപോലെ തന്നെ മറ്റൊരു ചെറുപ്പക്കാരനും ഇതേ അവസ്ഥയിൽ പോകുന്നുണ്ട്. അവനവന്റെ ഉള്ളിലെ ഇരുട്ടുകൾ മാത്രം അറിഞ്ഞുകൊണ്ട് അവനവന്റെ ഉള്ളിലെ വെളിച്ചം കാണാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ ഇവരുടെ 2 പേരുടെയും കഥയാണ് 2 ധ്രുവങ്ങളിലുള്ള, തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ 2 ധ്രുവങ്ങളിലുള്ള 2 പേരുടെ കഥ പറയാനായിട്ടാണ് ഇത് ശ്രമിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ എങ്ങനെ സംസാരിക്കുന്നു, അവർ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് ദുബായ് എന്ന് പറയുന്നത് ദുബായിയുടെ നിറം കാണിക്കാൻ മാത്രമല്ല, ദുബായ് എന്ന് പറയുന്ന പ്രവാസിയുടെ വിഷമങ്ങളും വ്യാകുലതകളും ഒക്കെ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഈ പ്രൊഡ്യൂസർ, ഈ പടത്തിന്റെ നിർമ്മാതാവായ ശ്രീ ഗഫാർ അരിക്കാടി എന്ന് പറയുന്ന ആള്, അദ്ദേഹം കാണിക്കുന്ന ചങ്കൂറ്റത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കാരണം വലിയൊരു നിർമ്മാതാവ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഈ കഥ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞില്ല ഇതിനകത്ത് മമ്മൂട്ടിയെ വേണോ, ദിലീപിനെ വേണോ, മോഹൻലാലിനെ വേണോ, ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പൊ കഥയ്ക്ക് ചേരുന്ന കഥാപാത്രങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് മാത്രമാണ്. ഞാനും അങ്ങോട്ട് അദ്ദേഹത്തോട് ചോദിച്ചതും അതാണ്, അദ്ദേഹം എനിക്ക് ആക്സെപ്റ്റ് ചെയ്ത് തന്നതും അത് തന്നെയായിരുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇനിയുള്ള ഇതിന്റെ ബാക്കിയുള്ള
ചടങ്ങുകളും നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളേവരും ഞങ്ങളുടെ ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം സാറ്റലൈറ്റിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്ന സമയമാണ്. പുതിയ പല ചിത്രങ്ങളും നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പോലും 40ഓളം ചിത്രങ്ങൾ സാറ്റലൈറ്റ് ആകാതെ കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാറ്റലൈറ്റിന്റെ ബിസിനസ് കണ്ടുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. ഈ സിനിമ നല്ലൊരു സിനിമ ആയതിനു ശേഷം ഇതിന്റെ ബാക്കിയുള്ള വശങ്ങൾ, അതിന് മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. തൽക്കാലം ഒരു നല്ല ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായി സഹകരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് പറയുന്നു. പിന്നെ ഇതിന്റെ ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഗഫാർ ആരിക്കാടി GM പ്രൊഡക്ഷന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു സിനിമയാണിത്. പേര് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വപ്നതീരം എന്ന് തന്നെ. ഇതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും രാജേഷ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഞാൻ തന്നെയാണ്. ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് മിസ്റ്റർ ക്രിഷ് കൈമളാണ്. പിന്നെ ഇതിന്റെ എഡിറ്ററായ മിസ്റ്റർ കപിൽ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം തീവ്രം, രേണുക മകൻ രഘുരാമൻ, അങ്ങനെ പറഞ്ഞ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-15 ചിത്രങ്ങൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. 2 സിനിമകളുടെ പണിപ്പുരയിലായിരുന്നു. അവിടുന്ന് ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ് മിസ്റ്റർ കപിൽ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സ്വാഗതം പറയുന്നു. രണ്ടാമത് ഇതിനകത്ത് എൻ്റെ പ്രിയ സുഹൃത്തും തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ട, അദ്ദേഹമാണ് എൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ നഗരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തിയെടുത്ത ഒരു മനുഷ്യനാണ്. എൻ്റെ അടുത്ത സുഹൃത്തായ മിസ്റ്റർ രാജീവ് രവീന്ദ്രൻ. അദ്ദേഹമാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതുന്നത്. ഇതിന്റെ സംഗീതം കൈകാര്യം ചെയ്യുന്നത് 3 പേര് ചേർന്നിട്ടാണ്. 3 അല്ല, ആക്ച്വലി 4 പേര് ചേർന്നിട്ടാണ്. ഒനാസിസ് മോഹൻ ഇന്ന് സ്ഥലത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ചെന്നൈയിൽ ഒരു റെക്കോർഡിങ്ങിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഹരി നായർ, അദ്ദേഹവും ഒനാസിസിനോടൊപ്പം ചേർന്ന് തന്നെയാണ് ഈ സംഗീതം കൈകാര്യം ചെയ്യുന്നത്. മിസ്റ്റർ ഹരി നായറിനെ ക്ഷണിക്കുന്നു. പിന്നെ ട്വിൻസ് ട്യൂൺസ് എന്ന് പറഞ്ഞിട്ട്, ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. അവർ ചെയ്ത ഒരു ആൽബമായിരുന്നു, അവരൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അവർ ചെയ്ത ഒരു ആൽബമായിരുന്നു കാവ്യതളങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പാവം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പേര് പോലും കിട്ടിയില്ല. ട്വിൻസ് ട്യൂൺസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർ ഒരുപാട് എഫേർട്ട് എടുത്ത്, വർഷങ്ങളോളം കൊണ്ട് എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു ആൽബമായിരുന്നു ട്വിൻസ് ട്യൂൺസ് ചെയ്ത ഒരു ആൽബമായിരുന്നു കാവ്യതളങ്ങൾ എന്ന് പറഞ്ഞത്. അതിന് അവർക്ക് വേണ്ട പ്രോത്സാഹനം കിട്ടിയില്ല. അവര് ഇപ്പോഴും ആരും തിരിച്ചറിയാതെ പുറത്തു നിൽക്കുന്നു. പിന്നെ അടുത്തത് ഈ ചിത്രത്തിന്റെ ആർട്ട് വിഭാഗം കൈകാര്യം ചെയ്ത മിസ്റ്റർ വിഷ്ണു നെല്ലായ. ഇതേപോലെ മേക്കപ്പ് എന്ന് പറയുന്ന വിഭാഗം കൈകാര്യം ചെയ്തത് മിസ്റ്റർ കരിമമ്പിനു. ഇതിന്റെ കോസ്റ്റ്യൂമർ ദേവൻ കുമാരപുരം, അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മിസ്റ്റർ ചന്ദ്രദാസ്. ഇതിന്റെ PRO വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഈ ഒരു വലിയ സിനിമയുടെ എല്ലാവിധ പരസ്യ പ്രചരണങ്ങളും നടത്തി തരുന്ന, ഞങ്ങളെ സഹായിക്കാനിരിക്കുന്നത് KS ദിനേശ് സാറാണ്. എന്നെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന 3 പേർ, അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനീഷ് ഭാസ്കർ, അഭിരാം AR, മിസ്റ്റർ മെഹബൂബ്. ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ക്രൂ. ഇനി ഇതേപോലെ തന്നെ ഞാൻ വിശ്വസിച്ച് എൻ്റെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ വിശ്വസിച്ച് ഈ ജോലി ചെയ്യാനായി ഏൽപ്പിക്കുന്ന ആളുകൾ, അവരാണ് ഈ സിനിമയുടെ ഇത് ശരിക്കും പറയാൻ, ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാരക്ടർ ഓറിയന്റഡ് സിനിമ തന്നെയാണിത്. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് ആണ് ഈ സിനിമ നടത്തിക്കൊണ്ടു പോകുന്നതും വിജയിപ്പിക്കുന്നതും എല്ലാം. ഇതിനകത്തെ പ്രധാന അഭിനേത്രി എന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശ്രീധന്യയാണ്. ശ്രീധന്യ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതോടൊപ്പം തന്നെ പാർവതി നായരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതോടൊപ്പം തന്നെ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സുപ്രധാന നടനെ ഞാൻ വിളിക്കുന്നത്. മിസ്റ്റർ ശ്രീ കൃഷ്ണൻ ബാലകൃഷ്ണനാണ് ഈ ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്, ഒരു ക്ലൈമാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത പോലെ. അപ്പൊ ഇദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചിത്രത്തിന്റെ പണിപ്പുരയിൽ ഇരുന്നതും ഈ കഥ പൂർത്തിയാക്കിയതും ഒക്കെ ഈ കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞാൻ കാണാനിടയുണ്ടായി. ആ സമയത്താണ് അദ്ദേഹത്തിനെ എന്റെ സിനിമയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നതും ഇത് നമ്മൾക്ക് 2 പേർക്കും മാത്രം ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ ബാലകൃഷ്ണൻ ഈ സിനിമയിലേക്ക് വരികയും പിന്നെ ബാക്കിയുള്ള
കാസ്റ്റിംഗ് ഒക്കെ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് സഹകരിച്ച പോലെ തന്നെ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലും ഈ ചിത്രം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാത്തിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഇതേപോലെ തന്നെ ഞാൻ ഈ ചിത്രത്തിനെ പറ്റി 2 വാക്ക് സംസാരിക്കാനും ഞങ്ങളുടെ ഈ ക്രൂവിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രീ ഗഫാർ ആരിക്കാടി നിർമ്മാതാവിനെ വിളിച്ചോളൂ. എൻ്റെ പേര് ഗഫാർ, കാസർഗോഡാണ് സ്ഥലം. പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റമായ കാസർഗോഡ് നിന്നും ഒരു നല്ല സിനിമ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കേരളത്തിൻ്റെ തെക്ക് ഏറ്റമായ തിരുവനന്തപുരത്ത് ഞാൻ വന്നത്. ഞാൻ 5 വർഷത്തോളമായി സിനിമ ഫീൽഡുമായി, അതായത് ഒരു നല്ല സിനിമ ചെയ്യാൻ വേണ്ടി സിനിമയുടെ ബാക്കിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മർച്ചന്റ് നേവിയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇടെയാണ് ഞാൻ നമ്മളെ ഡയറക്ടറായ രാജേഷ് രാമചന്ദ്രനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ സ്ക്രിപ്റ്റും അദ്ദേഹത്തിൻ്റെ നല്ല സബ്ജക്റ്റും ആയതുകൊണ്ട് പിന്നെ എനിക്ക് നന്നായിട്ട് ഈ പടത്തോട് നല്ല ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പടം നിർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇതാക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു നല്ല നടൻ, അതായത് മെയിൻ റോൾ ചെയ്യാൻ വേണ്ടി ആ കഥയ്ക്ക് പറ്റിയ ഒരാളെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഷൂട്ടിങ് ഓഗസ്റ്റ് 8-ാം തീയതി ദുബൈയിലാണ് തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന് സഹകരിച്ച നമ്മളെ ഈ പൂജയിൽ പങ്കെടുത്ത എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഡയറക്ടറും മുതിർന്ന എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക്സ്.